പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 PG അഡ്മിഷനുള്ള ഒന്നാം ഘട്ട അപേക്ഷാ സമർപ്പണം പൂർത്തീകരിച്ചു. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ പ്രക്രിയ കഴിഞ്ഞിട്ടാണ് പുതുതായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള അലോട്ട്മെന്റ് പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തീകരിച്ച് ഇനി കടക്കുന്നത് അലോട്ട്മെന്റിന്റെ ട്രയൽ അലോട്ട്മെന്റിലേക്കാണ്. ട്രയൽ അലോട്ട്മെന്റ് ഈ വരുന്ന 12-ാം തീയതി പബ്ലിഷ് ചെയ്യാൻ പോകണം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റും അതിന്റെ നടപടിക്രമങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ വരുന്ന 12-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്. 5 മണിക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് നമ്മുടെ സ്റ്റുഡന്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റ് നമുക്കൊരു കോളേജ് കിട്ടി എന്നതുകൊണ്ട് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് അതുകൊണ്ട് ഉറപ്പില്ല. ട്രയൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ട്രയലിൽ നമുക്ക് കിട്ടി, പക്ഷെ അടുത്ത ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതിരിക്കാം. ട്രയലിൽ കിട്ടാത്ത ആളുകൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ട്രയലിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, നിലവിലുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ട്രയൽ എന്ന് പറയുന്നത് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് ഉറപ്പ് തരുന്നത് ഇത് ട്രയൽ ആയിട്ടുള്ള അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് പറയാം. 12-ാം തീയതി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന 13-ാം തീയതിയും 14-ാം തീയതിയും 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗുള്ള അവസരം ഉണ്ടാവും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഈ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള അവസരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ, നിലവിലുള്ള കോളേജുകൾ ഡിലീറ്റ് ചെയ്യാൻ, നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എല്ലാവിധ പേര്, മൊബൈൽ നമ്പർ, അതേപോലെ ഇമെയിൽ ID ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ കൊടുത്ത മാർക്കിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ എഡിറ്റിങ്ങുകളൊക്കെ അവസരം ഉണ്ടാവും. അപ്പോൾ 13-ാം തീയതി ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് 13-ാം തീയതി ശനിയാഴ്ച, 14-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ പല കഫകളും ഇതൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ 13-ാം തീയതി തന്നെ എഡിറ്റിംഗ് ചെയ്യാം. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വട്ടം മാത്രം എഡിറ്റിങ്ങുള്ള അവസരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ വന്നാൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ എഡിറ്റിംഗ് ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് എഡിറ്റിംഗ് ചെയ്യാം. എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കാം. ഇതിൽ വരിക അതിന്റെ നോട്ടിഫിക്കേഷനിൽ വരിക പ്രിന്റ് എടുത്ത് വെക്കാം. പ്രിന്റ് എടുത്ത് വെക്കാം, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാം. നമ്മൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാം. നമ്മൾ അക്ഷയ സെന്ററിലാണ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് കഫേന്നാണെങ്കിൽ അതിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. അതിന്റെ PDF നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഔട്ട് പിന്നെ നമുക്ക് എപ്പോഴും എടുക്കാം. ഓക്കെ, അടുത്തത് ലിങ്ക് ഫോർ നോൺ BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് MA ഇംഗ്ലീഷിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എൻട്രൻസ് എക്സാം എഴുതണം. ആ എൻട്രൻസ് എക്സാമിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ആണ് 12-ാം തീയതി മുതൽ 15-ാം തീയതി വൈകുന്നേരം 4 മണി വരെ. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്കുള്ള. അപ്പം ഈ ട്രയൽ അലോട്ട്മെന്റും അതിന്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നതുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.